മിണ്ടാതെ നടക്കാനുള്ള പണിയാണ് നമ്മുടെ അനുമോൾക്കും അതുപോലെ തന്നെ നെവീനും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പണിയുടെ ഇടയിൽ നമ്മുടെ അപ്പാനി പരമാവധി മുതലെടുത്തു എന്ന് പറഞ്ഞേ മതിയാകൂ. അതായത് അനുമോൾ എടുത്ത അപ്പാനിക്ക് ഉണ്ടായിരുന്ന ശത്രുത തമാശ രൂപത്തിൽ പലതും പറഞ്ഞ് അപ്പാനി തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുമോൾക്കും നെവീനും ആംഗ്യ ഭാഷയിൽ മാത്രമല്ലേ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്ത് എന്തൊക്കെ അനുമോളെ പറഞ്ഞാലും അനുവിന് തിരിച്ചൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. ഈ ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ അപ്പാനി ശരത്ത് ഉൾപ്പെടെ പലരും മുതലെടുക്കുന്നത്. അപ്പൊ നമ്മുടെ അനുമോളെ പിറകെ നടന്ന് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെയും പലരും മുതലെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പാനി ശരത്ത് തന്നെയാണ്. അനു അങ്ങനെ ഇവരുടെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ അപ്പാനി ഒരു വാക്ക് പറയുന്നുണ്ട്. അതായത്, ഞാൻ നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമെടി എന്നൊക്കെ. ഇതൊന്നും അത്ര തമാശയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പാനി ശരത്ത് അത് വളരെ തമാശ രൂപേണയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് കേട്ടു നിൽക്കുന്നവർക്ക് അത്ര സന്തോഷമോ തമാശയോ ആയിട്ട് തോന്നുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഇവന് കരിപ്പെട്ടിക്കാരന്റെ മോളെ വാടി എന്നൊക്കെ പറയുമ്പോൾ അവൾക്കത് വലിയ പ്രശ്നമില്ല. അവളതിന് ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫണ്ണായിട്ട് തന്നെ എടുക്കാം. എന്നാൽ ഇങ്ങനെയൊക്കെ നിന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും എന്നൊക്കെ പറയുമ്പോൾ അതത്ര ദഹിക്കുന്ന ഒന്ന് തന്നെയല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.